നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ നിലവിലെ സാഹചര്യം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ചാനലിൽ നൽകി സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. വിട്ടു നിൽക്കുക, നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ തന്നെ മുറുകെ പിടിച്ച് നിങ്ങൾ വിഷമിച്ച് നിൽക്കാതെ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ വിട്ടുമാറാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടുന്നതിലുള്ള ബ്ലോക്ക് എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അത് വിചാരിച്ച് ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഏതെടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ വിഭ്രാന്തി ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഇപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 4 ചുറ്റും ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്നിലധികം മത്സ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മീനിനെയും എത്രത്തോളം നിറച്ചുണ്ടെങ്കിൽ പോലും ഒരു മീനിനെയും നമുക്ക് പിടിക്കാൻ സാധിക്കില്ല. കൈവച്ച് പിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മീനിനെ പോലും പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഒരു മീനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ടാങ്കിൽ നിന്നൊക്കെ കുഞ്ഞു മീനെ പിടിക്കുന്നവർക്ക് മനസ്സിലാകും, ഫിഷ് ടാങ്കിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പം ആ ഒരൊറ്റ മീനെ ലക്ഷ്യം വെച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ മീനിനെ പിടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം നമ്മുടെ ഗോളുകൾ സക്സസ് ആകുന്നതിന് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ പല പ്രാർത്ഥനകളും കാര്യങ്ങളും ഒരേ നിമിഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ബ്ലോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം, ജീവിതത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ജീവിതത്തിൽ ഇപ്പം ജീവിത സാഹചര്യം കൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഫയർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുന്നിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നോക്കി ഭയപ്പെടുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുകയും മുഖം തിരിക്കുകയും ചെയ്യുന്നതിലല്ല, നമ്മുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾ ആരാണെന്നും നമ്മുടെ ഉള്ളിലെ ഫയർ എന്താണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഭയപ്പെടുത്താൻ പലരും പല കാര്യങ്ങളും കാണിച്ചെന്നിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നീ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണ്ട് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിൻ്റെ സറൗണ്ടിങ് ശരിയല്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നൊക്കെ പലരും പല കാര്യങ്ങളും പറയുമ്പോൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്നും നിങ്ങൾ ആരാണെന്നും തിരിച്ചറിയുക എന്ന് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഫയറിലേക്ക്, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, നിങ്ങളിൽ തന്നെ ഉള്ള വിശ്വാസത്തിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മെസ്സേജ് നൽകും.